മീനു, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തിനാണ് നീ അത് മറച്ചുവെക്കുന്നത്? നീ അത് തുറന്നു പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. രാഹുൽ മനസ്സിൽ മന്ത്രിച്ചു. കുറച്ചു സമയത്തിനു ശേഷം മീനു ചോദിച്ചു, രാഹുൽ, നിനക്കെന്തുപറ്റി? നിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓ, അതോ, വണ്ടി ഓടിക്കുകയല്ലേ, അതുകൊണ്ട് അധികം സംസാരിക്കേണ്ട എന്ന് കരുതി. ഓ, അത് ശരി, മീനു പറഞ്ഞു. രാഹുൽ മെല്ലെ ഒരു വീടിന് അരികിലായി ബൈക്ക് നിർത്തി. ഇറങ്ങിക്കോളൂ, സ്ഥലമെത്തി. ഇത് ആരുടെ വീടാണ് രാഹുൽ? മീനു ചോദിച്ചു. ഇതാണ് നിന്റെ സുഹൃത്തായ മായയുടെ വീട്. മായയുടെ വീടോ? അവൾ വരാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടത്തിലായിരുന്നു. നീ എന്റെ മനസ്സ് വായിച്ചു. അവളെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വീട് എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു രാഹുൽ. അവർ ബൈക്കിൽ നിന്നിറങ്ങുമ്പോഴേക്കും അവളുടെ ഏട്ടൻ വാതിൽ തുറന്നു. വാ വാ, അകത്തേക്ക് കയറൂ. ദേ, ആരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. അമ്മ വേഗം ഓടി വന്നു. ഓ, ഇതാരാ? മീനുവും രാഹുലുമാണോ? വാ മക്കളെ, കയറിയിരിക്കൂ. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. മീനു അമ്മയുടെ പിന്നാലെ ചെന്നു. അമ്മേ, മായ എവിടെയാണ്? അവൾ മുറിയിലുണ്ട് മോളെ, അമ്മ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മായയുടെ മുറിയിലേക്ക് പോയി. മായ കിടക്കുന്ന ബെഡിന് അരികിലേക്ക് അവർ ചെന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? മീനു ചോദിച്ചു. ചെറിയൊരു പനിയാണ്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഓക്കെയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. വന്നതിൽ ഒരുപാട് സന്തോഷം, മായ പറഞ്ഞു.